എല്ലാവർക്കും സ്കിൽഫുള്ളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ്. അതായത് നമ്മളെ ഒരുപാട് പല ആൾക്കാരും എന്ത് ചെയ്യുന്നുണ്ട്, ഈ +2 ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്ത് പുതിയൊരു കോഴ്സ് നോക്കുന്ന, അല്ലെങ്കിൽ 10th കഴിഞ്ഞിട്ട് കോഴ്സ് നോക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത്, പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഉള്ള കൺഫ്യൂഷനാണ്, ഓൺലൈനായിട്ട് കോഴ്സ് ചൂസ് ചെയ്യണോ ഓഫ്ലൈനായിട്ട് കോഴ്സ് ചൂസ് ചെയ്യണോ. ഇതിനായിട്ട് കൺഫ്യൂഷൻ ഞാൻ തീർത്തരാം. നിങ്ങളവിടെ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളൊരു കോഴ്സ് ചൂസ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് നിങ്ങളൊരു ഓഫ്ലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാനാണ്. നിങ്ങൾ ഓഫ്ലൈനിൽ പഠിക്കാൻ നോക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോവുക, ലൈവായിട്ട് നിങ്ങൾ അവിടുത്തെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്, നിങ്ങൾ അവിടുത്തെ ഒരു ഫൗണ്ടറാണോ അല്ലെങ്കിൽ അക്കാദമിയിലെ മാർക്കറ്റിംഗ് ഹെഡാണോ, നിങ്ങൾ ആരായിട്ടാണോ ഇൻട്രാക്ട് ചെയ്യുന്നത് അവരുമായിട്ട് ലൈവായിട്ട് ഇൻട്രാക്ഷൻ ചെയ്യുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ലൈവായിട്ട് ഞാൻ പറഞ്ഞ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ സ്റ്റുഡൻസുമായിട്ട് ലൈവ് ഇൻട്രാക്ഷൻസും കാര്യങ്ങളും നടത്തിയിട്ട് നിങ്ങൾ പിന്നെ തീരുമാനിക്കുക എനിക്ക് ഓഫ്ലൈൻ ആണോ. രണ്ടാമതായിട്ട് നിങ്ങൾ ഓൺലൈനായിട്ട് പഠിക്കാൻ നോക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, അതായത് ആദ്യത്തെ ഒരു ചെറിയ ഫീസ് നിങ്ങൾ എന്ത് ചെയ്ത് അവിടെ അടക്കാൻ പാടുള്ളൂ. അതായത് നിങ്ങളോട് ഇപ്പോൾ അവർ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇത്ര ഫീസ് തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്ലാസ്സിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ നിങ്ങളെ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ അവകാശമാണ് എന്ത്, ഈ ഒരു ക്ലാസ് ഞാൻ പൈസ കൊടുത്ത് കയറുന്നതിന് മുന്നേ, അല്ലെങ്കിൽ പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലാസ് എത്രത്തോളം ഉണ്ട് അതിനെക്കുറിച്ച് എനിക്ക് അറിയണം എന്നുള്ള ഒരു ലൈവ് ഡെമോ ക്ലാസ്. അതായത് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 1 വീക്കിൻ്റെ അടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു ക്ലാസ്സിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ എന്താണ് ഒരു മെൻറ്റർ, ഒരു ഫാക്കൾട്ടി എങ്ങനെയൊക്കെ അത് പഠിപ്പിക്കുന്നുണ്ട്, എത്രത്തോളം എൻഗേജ്ഡ് ആക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാം, ആ കുറഞ്ഞ സമയത്ത് ഏറ്റവും കൂടുതൽ തിയറി ആണോ അതോ ഏറ്റവും കൂടുതൽ പ്രാക്ടിക്കലാണോ പഠിപ്പിച്ചിട്ടുള്ളത്, നിങ്ങൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, അത് നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ നിങ്ങൾ ഓൺലൈൻ കോഴ്സ് ചൂസ് ചെയ്യാൻ. അപ്പം ഓൺലൈൻ കോഴ്സ് ചൂസ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ പ്രാക്ടിക്കലായിട്ട്, അതേപോലെ തന്നെ ഫാക്കൾട്ടി നിങ്ങൾക്ക് എന്താണോ ഏറ്റവും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്, അത് ലാപ്പിൽ ത്രൂ ചെയ്തിട്ടാണോ അതോ ഏറ്റവും കൂടുതൽ പറഞ്ഞ് നിങ്ങൾക്ക് നോട്ട് ബുക്കിൽ എഴുതിയിട്ടാണോ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്, നിങ്ങൾ എന്ത് ചെയ്യുക, ആ 1 വീക്ക് നിങ്ങൾ ക്ലാസ് കേട്ടതിന് ശേഷം നിങ്ങളുടെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഒഴിവാക്കാം. അതല്ല, നിങ്ങൾക്ക് ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾക്ക് ലാപ്പ് ത്രൂ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തിട്ട് തന്നെ പഠിപ്പിച്ചിരുന്നെങ്കിൽ അവിടെ നിങ്ങൾ മനസ്സിലാക്കുന്ന പ്രാക്ടിക്കൽ മെത്തേഡാണ്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കിയിട്ട് വേണം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആയിട്ടാണോ ഞാൻ ചൂസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളായിട്ടുള്ളൊരു ജേണി നിങ്ങൾ അടിപൊളിയാക്കുക, നല്ലൊരു പ്രൊഫഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ബിൽഡ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കോഴ്സ് ഇന്നത്തെ കാലത്തുണ്ട്. എല്ലാതും നമുക്ക് ഇതേപോലെ തന്നെ ഒരുപാട് പൈസ ഏൺ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല നല്ല കോഴ്സുകളാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്, നമുക്ക് ഫ്രീലാൻസിങ് ആയിട്ട് നമുക്ക് അത്ര എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഓരോ സർവീസും പുഷ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പൈസ മണി ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. നല്ലൊരു കോഴ്സ് ചൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും നിങ്ങൾ അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കോഴ്സ് ചൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഇത് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് അതിനെക്കുറിച്ചാകാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ശരി.